അപ്പോൾ ഈ ചാപ്റ്ററിന്റെ അതായത് ഇലക്ട്രോ കെമിസ്ട്രി +2 മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവര് ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ പഠിക്കുക. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കെമിക്കൽ എനർജിയും ഇലക്ട്രിക്കൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ബാറ്ററി എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് ഡാനിയൽ സെല്ല് എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഡാനിയൽ സെല്ല് വെച്ചപ്പോൾ ഒരു ബാറ്ററിയുടെ അല്ലെങ്കിൽ EMF ഓഫ് എ സെൽ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ പറഞ്ഞു. ഈ സെൽ ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പഠിച്ചായിരുന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ പഠിക്കുമ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ പറ്റൂ എന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അങ്ങനെ ഒരു സിംഗിൾ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ആ ഒരു നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നൊരു ഇലക്ട്രോഡിനെ പറ്റി പഠിക്കുകയും അതിന്റെ കൂടെ നമ്മൾ സിങ്കിന്റെയും കോപ്പറിന്റെയും വെച്ച് നമ്മൾ അതിന്റെ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ ആ സിങ്കിനെ റൈറ്റ് സൈഡിൽ അതായത് കാഥോഡിൽ പ്ലേസ് ചെയ്യോ ആനോഡിൽ പ്ലേസ് ചെയ്യോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ പറ്റി പഠിച്ചത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിൽ വരുന്ന ആള് ആക്ടിവിറ്റി കൂടിയ ആളായിരിക്കും, താഴെ വരുന്ന ആള് ആക്ടിവിറ്റി കുറഞ്ഞ ആളായിരിക്കും എന്ന് പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞായിരുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത് നേൺസ്റ്റ് ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ ആണ്. എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ? NERNST. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ പഠിക്കാനുള്ള നേൺസ്റ്റ് ഇക്വേഷൻ. ഇത് ഡയറക്റ്റ് പറയാതെ ഞാൻ വേറൊരു രീതിയിൽ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും നോക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ പറഞ്ഞ റിയാക്ഷൻ ഏതാണ്? റിഡക്ഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ ഡാനിയൽ സെല്ല് അറിയാം. എന്താണ് ഡാനിയൽ സെല്ല്? ഇവിടെ ഏത് ഇലക്ട്രോഡ്? സിങ്ക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ SiO4 സൊല്യൂഷൻ ആൻഡ് കോപ്പർ ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു ഡാനിയൽ സെല്ലിന്റെ സ്ട്രക്ചറും അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഈ ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഡാനിയൽ സെല്ല് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്തൊരു വീഡിയോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ പോയി കണ്ട് ഡാനിയൽ സെല്ല് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഇതിനകത്തുള്ള റിഡക്ഷൻ റിയാക്ഷൻ ഏതാണെന്ന് അറിയാം. ലെഫ്റ്റിൽ ഓക്സിഡേഷൻ, റൈറ്റിൽ റിഡക്ഷൻ. Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. ഇതാണ് ഇവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ. ഈ ഒരു എക്സാമ്പിളിലെ റിഡക്ഷൻ റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ വെച്ചിട്ട് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ചോദിച്ചാൽ E is equal to E0. ഇത് കാണാതെ പഠിക്കണം. E is equal to E0 plus 2.303 RT divided by 2F log concentration of Cu2 plus divided by concentration of Cu. ഇതാണ് ഈ ഒരു ഇക്വേഷനെ സംബന്ധിച്ച് നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. E is equal to E എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ is equal to E0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്ലസ് 2.303 RT by NF. ഇവിടെ R കോൺസ്റ്റന്റ് ആണ്, F കോൺസ്റ്റന്റ് ആണ്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്, അതായത് ആ ഒരു സൊല്യൂഷനിൽ ഇവിടെ എത്രത്തോളം Cu2 പ്ലസ് അയോൺസ് ഉണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu. ഈ കോൺസെൻട്രേഷൻ ഓഫ് Cu നമ്മൾ എപ്പോഴും ഒന്നായിട്ടാണ്, യൂണിറ്റി ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് Cu എഴുതിയില്ലെങ്കിലും അവിടെ കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മാറി വരുന്ന ടേമുകൾ ഏതൊക്കെയാണ്? അതായത് കോൺസ്റ്റന്റ് അല്ലാതെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ T ഒരു വേരിയബിൾ ആണ്. ഇവിടെ ഇപ്പൊ യൂണിറ്റ് 1 ആയിട്ട് എടുക്കുന്നതുകൊണ്ട് അത് പോട്ടെ, 1 എന്ന് അവിടെ മനസ്സിലാക്കും. കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസും അവിടെ വേരിയബിൾ ആണ്. അതിന് എന്തിനാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ പഠിക്കുന്നത്? നമ്മൾ E എന്ന് പറയുന്ന സംഭവം, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആരെയൊക്കെ സംബന്ധിച്ച് വേരി ചെയ്യും? ടെമ്പറേച്ചറിനെയും കോൺസെൻട്രേഷനെയും അനുസരിച്ച് വേരി ചെയ്യും. അതായത് ഞാൻ ഒരു ബാറ്ററി എടുത്ത് ഞാൻ തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുമ്പോൾ കിട്ടുന്ന ഒരു വോൾട്ടേജ് ആയിരിക്കത്തില്ല ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുമ്പോൾ കിട്ടുന്നത്. അത് ടെമ്പറേച്ചറിനും കോൺസെൻട്രേഷനും അനുസരിച്ച് അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നത് കൊണ്ട് ഒരു EMF ഓഫ് സെല്ലും വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു റിലേഷൻ ആണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് വെച്ച് തുടങ്ങിയത്.
ഇനി നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ആക്കി എഴുതാം. ജനറലി നമുക്ക് Cu2+ പകരം ഏതെങ്കിലും മെറ്റൽ n ഇലക്ട്രോൺ ഗിവ്സ് m. ഇതാണ് ഞാൻ ഒരു ജനറലി ഉള്ള ഒരു റിഡക്ഷൻ റിയാക്ഷൻ. ഒരു അയോണ് അത്ര ഇലക്ട്രോണെ സ്വീകരിച്ച് അതിന്റെ മെറ്റലായിട്ട് മാറുന്നു, റിഡക്ഷൻ. ഇതിനെ സംബന്ധിച്ച് നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? E = E0 + 2.303 RT / NF log concentration of m n+. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? കൺസിഡർ ദിസ് റിഡക്ഷൻ റിയാക്ഷൻ mn++ n electron gives m, then our Nernst equation is E = E0 + 2.303 RT / NF log concentration of mn+. This equation is known as Nernst equation. ക്ലിയർ ആണോ? പരീക്ഷയ്ക്ക് 1 മാർക്കിനോ ചിലപ്പം 2 മാർക്കിനോ കയറി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി. പക്ഷെ ഇതിനെക്കാട്ടി കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി താഴോട്ട് പറയാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഇനി അടുത്തത് എഴുതാം. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ, അതായത് നമ്മൾ ഒന്നാമത് പഠിച്ച കാര്യമാണ് ഡാനിയൽ സെൽ. ഈ ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു മാർക്കിന് വേണ്ടി ഒരു ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. അത് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് ഞാനിപ്പോ പറയാം. ഇത് എഴുതി വെച്ചേക്കുക. അപ്പോ നമ്മളൊരു അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഡാനിയൽ സെല്ല് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് ഈ സെൽ = ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഇവിടെ കാഥോഡ് ആരാ? ഈ കോപ്പർ മൈനസ് ഈ സിങ്ക്. അത് ഇതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഈ കോപ്പറിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക, ഈ സിങ്കിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക, രണ്ടോടെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സിമ്പിൾ ആണ്. അന്നേരത്തിന് ആദ്യം ഈ കോപ്പറിനെ എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഈ കോപ്പർ = എങ്ങനെയാണ്? E0 കോപ്പർ + 2.303 RT / 2F log concentration of Cu2+. അതേപോലെ ഈ സിങ്ക് നമുക്ക് എഴുതാം. ഈ സിങ്ക് = E0 സിങ്ക് + 2.303 RT / 2F log concentration of Zn2+. ഇനി എന്ത് ചെയ്താൽ മതി? എനിക്ക് ഇതും കിട്ടി ഇതും കിട്ടി. ഇനി രണ്ടുകൂടെ മൈനസ് ചെയ്താൽ മതി. സോ ഈ സെൽ = ഈ കോപ്പർ മൈനസ് ഈ സിങ്ക്. അതെങ്ങനെ എഴുതാൻ പറ്റും? അതിന് ഈ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് തന്നെ മൈനസ് ചെയ്ത് ഇത് തമ്മിൽ ആദ്യം മൈനസ് ചെയ്ത് കൊടുക്കാം. അതായത് E0 കോപ്പർ മൈനസ് E0 സിങ്ക്. ആദ്യത്തെ ടൈം മൈനസ് ചെയ്തു, നടുക്ക് പ്ലസ് കിടപ്പുണ്ട്. പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്നത് എന്താണ്? 2.303 RT / 2F. അത് കോമൺ ആണ്. ഇനി ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതിയതാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ മൈനസ് ചെയ്യാം. E0 കോപ്പർ മൈനസ് E0 സിങ്ക്. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? E0 സെൽ എന്ന് എഴുതാൻ പറ്റും. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ആ സെല്ലിന്റെ ബാറ്ററിയുടെ EMF എന്താണോ അതാണ് E0 സെൽ പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്ന 2.303 RT / 2F ആണ് കോമൺ ആയിട്ട് കിടക്കുന്നത്. ഇവിടെ log A minus log B log A minus log B = log A/B ആണ്. അതായത് log A ആയിട്ട് ഇവിടെ ആരാ കിടക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് Cu2+ divided by concentration of Zn2+. അതായത് E cell = E0 cell plus 2.303 RT / 2F log concentration of Cu2+ divided by concentration of Zn2+. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. E cell = E0 cell plus 2.303 RT / 2F log concentration of cathode minus log concentration of anode. ആ രീതിയിലും പറയാൻ പറ്റും.
കോപ്പർ എന്ന് പറയുന്നത് കാഥോഡാണ്, ഇതെന്ന് പറയുന്നത് എന്താണ്, ആനോഡാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് നേഴ്സ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ എന്നൊരു ഹെഡിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അതിലെങ്ങനെ എഴുതാൻ പറ്റും? ആ മാർക്കിനനുസരിച്ച് ജസ്റ്റ് ആ സൈഡിലോട്ട് പടം വരച്ചേക്കുക, സിങ്കും കോപ്പറും. അന്നേരം അതിന്റെ ഒരു ആ സെല്ലിന്റെ EMF, ഈ സെൽ ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് ആണെന്ന് അറിയാം. ഈ കോപ്പർ നേഴ്സ് ഇക്വേഷൻ എഴുതി, ഈ സിങ്ക് നേഴ്സ് ഇക്വേഷൻ എഴുതി. എന്നിട്ട് ജസ്റ്റ് ഇതിന് ഇക്വേഷൻ നമ്പർ 1 2 ഇട്ട് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഇത് നമ്മൾ ജസ്റ്റ് മൈനസ് ചെയ്തു. പിന്നെ ഇത് കോമൺ ആണ്. പിന്നെ ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് Zn2 പ്ലസ് ആണ്. അപ്പൊ ലോഗ് a/b എന്നുള്ള രീതി ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി കാണാം. ഓക്കെ ആണല്ലോ? പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറൈവിംഗ് നേഴ്സ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. അപ്പോൾ ഈ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ആറിന്റെ വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആണ്, എഫിന്റെ വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആണ്. ആറിന്റെ വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. അതിന്റെ വാല്യൂ ആണ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്നും. എഫിന്റെ വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആണ് 96,500 കൂളം പെർ മോൾ ആണ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ രണ്ട് വാല്യൂ കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. നിങ്ങൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി നമ്മുടെ നോട്ട് വെക്കുന്ന ടൈമിൽ എഴുതുക. അതായത് നാളെ തന്നെ എഴുതി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ റിലേഷൻ വിത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് നേഴ്സ് ഇക്വേഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നേഴ്സ് ഇക്വേഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അതും നമ്മൾ ആരെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്? നമ്മുടെ ഡാനിയൽ സെല്ലിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഡാനിയൽ സെല്ലിന്റെ വർക്കിംഗ് കാര്യങ്ങളും അറിഞ്ഞുകൂടാത്ത ആളുകൾ കൃത്യമായി അത് പഠിച്ചിട്ട് മാത്രം ഇത് കേൾക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കത്തത്തില്ല. ഓക്കെ, നമുക്ക് ഡാനിയൽ സെല്ലിന്റെ നേഴ്സ് ഇക്വേഷൻ എഴുതാം. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 2.303 RT by 2F log concentration of Cu2 plus divided by concentration of Zn2 plus. ഇത് നമ്മൾ തൊട്ടു മുമ്പ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. ഇനി അറ്റ് ഇക്വിലിബ്രിയത്തിന്റെ കേസിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ സെല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ സെൽ ഈസ് ഈക്വൽ ടു 0. അതായത് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഉള്ളതിന്റെ ആ ഒരു രീതി വരുമ്പോഴത്തേന് അതിന്റെ ഈ സെല്ലിന്റെ വാല്യൂ എന്താണ്? 0 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അത് നമുക്ക് ഇനി E0 സെല്ലിന് നമുക്ക് അതിന്റെ ഒരെണ്ണം കൊടുക്കല്ലോ. അതായത് 0 ഈസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് ആ കിടക്കുന്ന ടൈം ആണ് എന്നത്. അതിൽ E0 സെല്ലിന്റെ വാല്യൂ എത്രയാണ്? E0 സെൽ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ E0 സെൽ ഇപ്പുറത്ത് പോസിറ്റീവ് എഴുതിയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ആ സൈൻ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. മൈനസ് 2.303 RT divided by 2F log concentration of Cu2 plus divided by concentration of Zn2 plus. ഓക്കെ ആണ്. അന്നേരം എന്താ പറഞ്ഞത്? നമ്മുടെ ആ ഇക്വേഷനകത്ത് ഇക്വിലിബ്രിയം എന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ വാല്യൂ എന്താണ്? 0 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? E0 സെല്ലിന് ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നു. അതിന് E0 സെല്ലിന് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിട്ട് മാറി? നെഗറ്റീവ് ആയിട്ട് മാറി. ഇതിനെ ഇനി പോസിറ്റീവ് ആക്കി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഗിനെ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ടാൽ മതി. അതായത് E0 സെൽ ഇസ് ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടിയേക്കുന്നത് അത് പോസിറ്റീവ് ആയിട്ട് ഞാൻ എഴുതുവാണ് 2.303 RT divided by 2F log നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി എഴുതുക. ഇതിനെ അങ്ങ് തല തിരിക്കുക. concentration of Zn2 plus divided by concentration of Cu2 plus. മനസ്സിലായോ? അതായത് കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus divided by concentration of Cu2 plus എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതായത് റൈറ്റ് സൈഡ് ഡിവൈഡ് അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus divided by concentration of Cu2 plus എന്താണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറയുന്നത്. അപ്പോൾ എഴുതാം E0 cell is equal to 2.303 RT divided by 2F log Kc. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ എനിക്ക് ഒരു നേഴ്സ് ഇക്വേഷന്റെ ടേമിൽ വന്നു. ആ നേഴ്സ് ഇക്വേഷന്റെ ആ ഒരു ഇക്വേഷൻ ആരുടെ ടൈം കൂടെ വന്നു?
Kc ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ടേം കൂടെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് റിലേഷൻ വിത്ത് നേൺസ്റ്റ് ഇക്വേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്? നമ്മൾ ഡാനിയൽസന്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയായിരുന്നു. ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അറ്റ് ഇക്വിലിബ്രിയം E0 എന്ന് കൊടുത്തു. അതായത് ലെഫ്റ്റ് 0 കൊടുത്തു. ദെൻ E0 സെല്ലിന് ഒരു എക്സ്പ്രഷൻ കൊടുത്തു. അങ്ങനെ എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്തു? ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇതിനെ തലതിരിച്ചിട്ടപ്പോ നമുക്ക് ഏത് ടൈം വന്നു? Kc എന്ന് പറഞ്ഞ ടൈം വന്നു. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത്ര എഴുതി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്കിനകത്ത് എഴുതി വാട്സാപ്പ് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. നേൺസ്റ്റ് ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നേൺസ്റ്റ് ഇക്വേഷനും ഡാനിയൽ സെല്ലും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പഠിച്ചു. പിന്നെ നേൺസ്റ്റ് ഇക്വേഷനും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും പഠിച്ചു. ഇനി അടുത്തയാണ് നേൺസ്റ്റ് ഇക്വേഷനും പിന്നെ ഗിബ്സ് ഫ്രീ എനർജി. നിങ്ങളൊരു ഞെട്ടലോടായിരിക്കും ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞ ടേം ഒക്കെ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ വളരെ വിശദമായി പഠിച്ച ഒരു ഭാഗമാണ് ഗിബ്സ് ഫ്രീ എനർജി. അറിയാവുന്ന കുട്ടികൾ കാണും, അറിയാത്ത കുട്ടികൾ കാണും. ഓക്കെ, ഗിബ്സ് എനർജി ഫ്രീ എനർജിയുടെ G0 ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് NF E0 എന്ന ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് NF E0. ജസ്റ്റ് അത്രേ കാര്യമേ ഉള്ളൂ. നമുക്ക് E0യുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ തൊട്ടു മുമ്പുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ E0ക്ക് ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് NF. അവിടെ നമ്മൾ ഡെറൈവ് ചെയ്ത് എന്തായിരുന്നു? 2.303 RT ഡിവൈഡഡ് ബൈ 2F log Kc. ജസ്റ്റ് മുമ്പ് ഡിറൈവ് ചെയ്ത സംഭവമാണ്. എന്നാൽ E0ക്ക് വരാൻ ഞാൻ അന്നേരം ഡിറൈവ് ചെയ്ത ആ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് നേൺസ്റ്റ് ഇക്വേഷനും അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി തമ്മിലുള്ള റിലേഷൻ ആയിട്ട് വരുന്ന ആ ഒരു ടോപ്പിക്. അങ്ങനെ ആ ഒരു നേൺസ്റ്റ് ഇക്വേഷന്റെ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ കെമിക്കൽ എനർജിയുടെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി ഒരു ഇലക്ട്രിക്കൽ എനർജി ആ ഒരു സെഷനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ള 4 ടേമുകൾ, ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള 4 ടേമുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെയാണ് റെസിസ്റ്റൻസ്. അതിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ളതാണ് കണ്ടക്ടൻസ്. പിന്നെ റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി. അങ്ങനെ 4 എണ്ണം പഠിക്കാനുള്ള. റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓംസ് ലോയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നേരത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയറിൽ കൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന തടസ്സത്തിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടൻസ്. നമുക്ക് വേണമെങ്കിൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വേണമെങ്കിൽ പറയാം കണ്ടക്ടൻസിനെ. അപ്പോൾ റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ തടസ്സമാണെങ്കിൽ കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? എത്രത്തോളം ഈസി ആയിട്ട് ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അതിന്റെ ഒരു മെഷർമെന്റ് ആണ് ഇവിടെ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് തടസ്സവും കണ്ടക്ടൻസ് എത്രത്തോളം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നു അതിന്റെ ഒരു മെഷർമെന്റുമാണ്. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. റെസിസ്റ്റൻസിനെ നമ്മൾ R എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. R എന്ന് പറയുന്നത് ഏതിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? ഒരു വയറിന്റെ ലെങ്ത് കൂടുമ്പോഴത്തേന് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും. നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെ കറണ്ട് ഒഴുകുന്നതും ഇവിടം തൊട്ട് ഇവിടം വരെ കറണ്ട് ഒഴുകാൻ നേരത്തും ഈ ലെങ്ത് കൂടിയത് കൊണ്ട് കറണ്ടിന് ഇവിടം വരെ പോകണം, സ്ഥലം കുറവാണ്. അതുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് കൂടി, ഇവിടെ എന്താണ് റെസിസ്റ്റൻസ് കുറഞ്ഞു. ആ സ്ഥലം കുറവെന്ന് പറഞ്ഞത് ഇതിന്റെ ഏരിയ കുറവാണ്, രണ്ടിന് ഏരിയ കുറവാണ്. എനിക്ക് ഇവിടുന്ന് ഇവിടം വരെ പോയാൽ മതി, പക്ഷെ ഇവിടുന്ന് ഇവിടം വരെ പോകേണ്ടത് കൊണ്ട് ലെങ്ത് കൂടിയത് കൊണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും. ഇനി ഒന്നാമത്തെ കണ്ടക്ടറിന് ഇത്രയും വലിയൊരു കണ്ടക്ടറും രണ്ടാമത്തത് ഇത്രയും വലിയൊരു കണ്ടക്ടറുമാണെന്ന് വെച്ചു. ഞാൻ നോക്കിയപ്പം ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറവും ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലുമാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു 100 പേര് ഒരു ചെറിയ വഴി കൂടെ പോകുന്നതാണോ അതൊരു വലിയ വഴി കൂടെ പോകുന്നതാണോ എളുപ്പം? അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയും, ക്രോസ് സെക്ഷൻ വാല്യൂ
ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ അന്നേരമൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. R ഈക്വൽ, അതായത് റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടറിന്റെ ലെങ്തിന് പ്രൊപ്പോർഷണലും അതിന്റെ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. പ്രൊപ്പോർഷണലിറ്റീസ് ആയി മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യണം? R ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A. ഈ റോയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റിവിറ്റി. മനസ്സിലായോ? റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് റെസിസ്റ്റിവിറ്റി. ആ റെസിസ്റ്റിവിറ്റി ഏതിനനുസരിച്ചാണ് മാറുന്നത്? ഞാൻ ഒരു കണ്ടക്ടർ എടുക്കുകയാണ്, ഞാൻ കോപ്പർ എടുക്കുമ്പോൾ ഉള്ള റെസിസ്റ്റിവിറ്റി ആയിരിക്കത്തില്ല സിങ്ക് എടുക്കുമ്പോൾ, അത് അപ്പോൾ ഉള്ള റെസിസ്റ്റിവിറ്റി ആയിരിക്കത്തില്ല ഗോൾഡ് എടുക്കുമ്പോൾ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു കണ്ടക്ടറിനെ ആണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് കണ്ടക്ടൻസിനെ പറ്റി പറയാം. ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 1/, എന്ന് എഴുതിയേക്കുന്നത്. അതായത് 1/R ആണ് യഥാർത്ഥത്തിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. 1/R എന്ന് പറയുമ്പോൾ ഇതിനെ 1/, എടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1/, എടുക്കണം. എല്ലാത്തിനെയും 1/, എടുത്തു. 1/ρ ഇൻറ്റു ഇതിനെ 1/, എടുക്കാൻ വേണ്ടി തലതിരിച്ചാൽ കിട്ടാൻ മതി A/L. അതായത് കണ്ടക്ടൻസ് G എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. G ഈക്വൽ ടു 1/ρ ഞാൻ കാപ്പ, നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാപ്പ എന്ന് പറഞ്ഞൊരു ലെറ്റർ വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്തു A/L. കാപ്പ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇച്ചിരി കൂട്ടി വരയ്ക്കും. അതിൽ ഈ കാപ്പയെ വിളിക്കുന്ന പേരാണ്, കാപ്പ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടക്ടിവിറ്റി. അപ്പോൾ 4 ടേമുകൾ എന്താണെന്ന് മനസ്സിലായോ? റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാനുള്ള തടസ്സം, അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റിവിറ്റി. കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാനുള്ള ഈസി, അതിന്റെ വരുന്ന കോൺസ്റ്റന്റ് ആണ് കണ്ടക്ടിവിറ്റി. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും പറയണം. നമുക്ക് ഇനി ബാക്കി പറയാൻ നേരത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ റെസിസ്റ്റൻസിനെ ഓം എന്നാണ് നമ്മൾ പറയുന്നത്, അതിന്റെ യൂണിറ്റ്. കണ്ടക്ടൻസ് ആണെങ്കിൽ അതുകൊണ്ട് 1/Ω എന്നാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. അതിനെ നമുക്ക് മോ എന്നോ അല്ലെങ്കിൽ സീമൻസ്